വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ബയോടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും PYQ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി അത് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 12 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ഓപ്ഷൻസും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫ്രം എ ബയോളജിക്കൽ സാമ്പിൾ വിച്ച് കമ്പോണന്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ DNA എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഫൈലിംഗ്. അതായത് ഒരു ക്രൈം സിറ്റുവേഷൻ നടന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ ഒരു DNA ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് രണ്ടും സെയിം ആണ്. ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ ആ ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് DNA എക്സ്ട്രാക്ഷൻ എടുക്കണം അല്ലേ? അപ്പോൾ ആ ഒരു DNA എക്സ്ട്രാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫിംഗർ പ്രിന്റ് ആയിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, ബ്ലഡ് സാമ്പിൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സാമ്പിൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെച്യൂർ റെഡ് ബ്ലഡ് സെൽസ്, ഹെയർ ഷാഫ്റ്റ് വിത്തൗട്ട് റൂട്ട്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരിക? ആൻസർ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് വരുന്നത്. കാരണം എന്താ, നമ്മൾ DNA ആണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നതിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ അവയുടെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൽ DNA പ്രസന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DNA പ്രൊഫൈലിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അപ്പൊ മെച്യൂർ റെഡ് ബ്ലഡ് സെൽ ആകുമ്പോൾ അവയിൽ DNA എന്ന് പറയുന്നത് ഇല്ല. കാരണം എന്താ, അവയിൽ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല, അതുകൊണ്ട് തന്നെ DNA ഉണ്ടാവില്ല. അപ്പൊ ഹെയർ ഷാഫ്റ്റ് വിത്തൗട്ട് റൂട്ട് ഇല്ലാത്ത ഹെയർ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ അവയുടെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവ് അല്ലെങ്കിൽ ഡീഗ്രേഡഡ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പ്ലാസ്മ എന്ന് പറയുന്നത് സെൽ ഫ്രീ ആണ്, അതിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു DNA ഇല്ല പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, then രണ്ടാമത്തെ question. In transgenic plant production using Agrobacterium tumefaciens, which part of the plasmid integrates into plant genome? നമ്മൾ പഠിച്ചിട്ടുണ്ട് Agrobacterium mediated gene transfer പഠിച്ചിട്ടുണ്ട്. അതിൽ Agrobacterium tumefaciensന്റെ ഏത് പാർട്ടാണ് പ്ലാസ്മിഡ്സ് ആ ഒരു ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, പ്ലാസ്മിഡ് ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? tDNA റീജിയൻ ആണ് അല്ലേ? അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. Then third question നോക്കാം. Which DNA marker technique is useful for the genetic mapping and diversity analysis without prior sequence information? ഇവിടെ ഒരു without prior sequence information ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഓരോ ടേംസും പഠിക്കുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു 3 പോയിന്റ് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ് മാത്രം ബേസ് ചെയ്തിട്ട് അവയുടെ കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എക്സ്പാൻഷൻ. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക് അല്ലെ. ആൻസർ വരുന്നത് RAPD ആണ്. ഇപ്പൊ കാരണം RAPD അല്ലെങ്കിൽ RFLP ഒന്നാമത്തെ നമ്മൾ കാര്യം അവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു പോയാൽ RFLP റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസ് ആണ്. അത് റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്ന റീജിയൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള DNA അവിടെ ആവശ്യമാണ്. ദെൻ ഒരു കോഡോമിനന്റും കൂടി എന്നുള്ള ടേം ഈ RFLP വരുന്നുണ്ട്. പക്ഷെ RAPD എന്ന് പറയുമ്പോൾ അവിടെ റാൻഡം ആണ് അല്ലെ, റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA ആണ്. റാൻഡം ആയിട്ട് നമ്മൾ ഒരു PCR പ്രൈമറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സീക്വൻസിനെ കുറിച്ചുള്ള പ്രയർ നോളജ് RAPD ആവശ്യമില്ല. RFLP നമുക്ക് ആവശ്യമുണ്ട്, കാരണം റെസ്ട്രിക്ഷൻ എൻസൈം ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് AFLP ആണ്. ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആണ്. അതായത് റെസ്ട്രിക്ഷൻ ഡൈജഷനും അതിന്റെ കൂടെ PCR കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള കുറെ പോളിമോർഫിസം ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് AFLP. SSR സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ് ആണ്. നമ്മൾ മൈക്രോ സാറ്റലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് DNA സീക്വൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള DNA സീക്വൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു SSR വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു ടേംസ് ഒക്കെ പഠിച്ചു വെക്കുക. Then next, നാലാമത്തെ question. In plant tissue culture, which of the following substance is not commonly used as an osmoticum in protoplast culture? അപ്പോൾ protoplast culture എന്ന് പറയുമ്പോൾ നമ്മൾ സെല്ല് ബേസ്റ്റ് ഔട്ട് ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെല്ലിന്റെ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. അങ്ങനെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഓസ്മോട്ടിക്കം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓസ്മോട്ടിക്കം ആയിട്ട് യൂസ് ചെയ്യാത്ത സബ്സ്റ്റൻസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് PYQ ആയിട്ട്
ചോദിച്ചിട്ടുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ആൻസർ വരുന്നത്. ഏതാണ്? അക്കാർബോസ് ആണ്. കാരണം നമ്മൾ ഓസ്മോട്ടിക്കോ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് കാർബൺ മെറ്റബോളിസം ഉണ്ടായിരിക്കുമല്ലോ. ഒരു കാർബോഹൈഡ്രേറ്റ്, കാർബൺ അല്ല, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെ ബാധിക്കാത്ത ആൾക്കാരായിരിക്കണം. അതായത് യൂസ് ചെയ്യേണ്ടത് ഇനേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ മാനിറ്റോളും സോർബിറ്റോളും സുക്രോസും ഒക്കെ മെയിൻ ആയിട്ടാണ് ഓസ്മോട്ടിക് റെഗുലേറ്റേഴ്സ് ആയിട്ടാണ്, അതായത് മെറ്റബോളിസം നടക്കാത്ത ആൾക്കാരാണ്, അതായത് റെഗുലേറ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അക്കാർബോസ് എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്റർ ആണ്, ഒരു കാർബോഹൈഡ്രേറ്റ് ഇൻഹിബിറ്റർ ആയിട്ടാണ് ഈ ഒരു അക്കാർബോസ് യൂസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുകൊണ്ട് ഡാമേജ്, ആ ഒരു സെല്ലൊന്നും ഡാമേജ് ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലാത്തത് അക്കാർബോസ് ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക കേട്ടോ. മാനിറ്റോള്, സോർബിറ്റോള്, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സുക്രോസ് ആണ് മെയിൻ ആയിട്ട് ഓസ്മോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. The next question, which chemical is commonly used to double chromosomes in haploid plants? Okay, നമ്മൾ ഹാപ്ലോയിഡൈസേഷൻ പഠിച്ചിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചറിൽ ഏത് ടൈപ്പ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹാപ്ലോയിഡ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്തർ കൾച്ചർ അല്ലെങ്കിൽ പോളൻ കൾച്ചർ യൂസ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഏതോ ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ഡിപ്ലോയിഡൈസേഷൻ, അതായത് ഹോമോസൈഗസ് ആയിട്ടുള്ള രണ്ട് ഹാപ്ലോയിഡ്സ്, അതാണ് ഡിപ്ലോയിഡൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് കോൾച്ചിസീൻ ആണ്. ഓക്കെ, കോൾച്ചിസീൻ ട്രീറ്റ്മെന്റ് ആണ് ആന്തർ കൾച്ചറിലും പോളൻ കൾച്ചറിലും ഹാപ്ലോയിഡൈസേഷൻ കഴിഞ്ഞിട്ട് ഡിപ്ലോയിഡ് അല്ലെങ്കിൽ ഡബിൾ ക്രോമസോംസ് അല്ലെങ്കിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റ് ആ ഒരു ഹാപ്ലോയിഡ് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഹോമോസൈഗസ് ഹാപ്ലോയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. So next question നോക്കിക്കേ, which of the following is used as a cryoprotectant in plant protoplast culture? അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചറിൽ, പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ സെൽ വാൾ ഒഴികെയുള്ള ബാക്കി പോർഷനെയാണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കൾച്ചറിൽ ക്രയോ പ്രൊട്ടക്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോറേജിന്റെ ടൈമിലാണ്, അതായത് ക്രയോ പ്രിസർവേഷന്റെ ടൈമിലാണ് ഈ ഒരു ക്രയോ പ്രൊട്ടക്റ്റൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ബേസ്റ്റ് ഔട്ട് ആവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ, അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സൂക്രോസ്, മാനിറ്റോള്, DMSO, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ തന്നിട്ടുള്ളത്. അപ്പൊ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. അതായത് ഈ ഒരു സൂക്രോസും മാനിറ്റോളും ഒക്കെ നോൺ പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള ഓസ്മോട്ടിക്കംസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീസിങ് ചെയ്യുന്ന സമയത്ത് ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ഒരു സൂക്രോസും മാനിറ്റോളും മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ബെസ്റ്റ് വൺ എന്ന് ചോദിച്ചാൽ അവ DMSO ആണ്. അത് കൂടാതെ ഗ്ലിസറോളും ആണ്. അവയാണ് ബെസ്റ്റ് വൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് പെഗ് ഒക്കെ നിങ്ങളുടെ ആൻസറിൽ വന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെഗും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു പെഗ്, പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് ആക്ച്വലി പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷനെയാണ് സഹായിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ബാക്കിയെല്ലാം, അതായത് സൂക്രോസ്, മാനിറ്റോള്, DMSOക്ക് പകരം ഇപ്പൊ പെഗ് ആണ് തന്നതെന്ന് വിചാരിച്ചോ. സൂക്രോസും മാനിറ്റോളും ശരിയാണ്, പെഗ് നമുക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ പെഗ് ചില കേസിൽ ക്രിപ്റ്റോ പ്രൊട്ടക്റ്റൻസ് ആയിട്ട് സർഫേസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ട്രിക്കി ആയിട്ടുള്ള കേസിലും ഓൾ ഓഫ് ദ എബോവ് തന്നെ ആഡ് ചെയ്യാം കേട്ടോ. Okay, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റെസ്ട്രിക്ഷൻ എൻസൈം ദാറ്റ് ഹാസ് ആൻ ഐസോകോഡോമർ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താണ് ഐസോകോഡോമർ എന്ന് അറിഞ്ഞിരിക്കണം. ഐസോകോഡോമർ ഇത്രയേ ഉള്ളൂ, അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ്, രണ്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. ആ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. പക്ഷെ അവ റെക്കഗ്നൈസ് ചെയ്യുന്നത് സീക്വൻസും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അങ്ങനെ സീക്വൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്റ്റിക്കി എൻസ് അല്ലെങ്കിൽ കൊഹസീവ് എൻസ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കേസിനെയാണ് ഐസോകോഡോമർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഐസോകോഡോമർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് BAM-H1 ആണ്. ഒരു എക്സാമ്പിൾ, അത് ആ ഒരു BAM-H1ന്റെ ഐസോകോഡോമർ ഏതാണെന്ന് പറയാം. അപ്പൊ BAM-H1 എന്ന് പറയുമ്പോൾ ഈ ഒരു GAGAT-C എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ്, ഓക്കെ, ആ ഒരു സീക്വൻസിൽ BAM-H1 കട്ട് ചെയ്യുന്നത് ഈ ഒരു റീജിയനിലാണ്. അപ്പൊ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റിക്കി ആൻഡ് GATCC എന്നാണല്ലോ. അപ്പൊ ഈ ഒരു BAM-H1ന്റെ ഐസോകോഡോമർ ആണ് BG3 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു BG3യും കട്ട് ചെയ്യുന്നത് ഈ ഒരു Aക്കും Gക്കും ഇടയിലാണ്. ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊഹസീവ് എൻഡ് നോക്കിയേ, CC ആണ്, ഇവിടെ C അല്ല, GATCC ആണ് വരിക. അപ്പൊ അവിടെയും GATCC ആണ്, ഇവിടെയും GATCC ആണ്. അപ്പൊ അത്തരം കേസിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസിനെയാണ് നമ്മൾ ഐസോകോഡോമർ എന്ന് പറയുന്നത്. ഓക്കെ, the next, which DNA marker technique require the use of radioactive or fluorescent labeled probes? താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് fluorescent labeled probe യൂസ് ചെയ്യുന്നത്?
ആൻസർ ഏതാണ് വരിക? ആൻസർ RFLP ആണ് വരിക. അതായത് RFLP റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമറഫസിൽ നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിന് ആദ്യം സദേൺ ബ്ലോട്ടിങ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു സദേൺ ബ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ലാബിൾഡോ ആയിട്ടുള്ള ഡൈ അവിടെ പ്രോബ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. REPD-യിലാണെങ്കിൽ നമ്മൾ പ്രോബ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പൊ PCR ബേസ്ഡ് ആണ്. ഓക്കെ, AFLP-യിൽ നമ്മൾ പ്രൈമേഴ്സ് ആണ്, പക്ഷെങ്കിൽ ഒരു എന്താ ഒരു ക്ലാസിക്കൽ പ്രോബ് ഹൈബ്രിഡൈസേഷൻ ആയിട്ട് നമ്മൾ AFLP യൂസ് ചെയ്യാറില്ല. ഓക്കെ, ISSR അല്ലെങ്കിൽ SSR എന്ന് പറയുന്നത് പ്രോബ് അവിടെ യൂസ് ചെയ്യുന്നില്ല. The next question, the first successful haploid plant was produced. Indirect question ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആദ്യമായിട്ട് ഹാപ്ലോയിഡ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ടൊബാക്കോ ആണ് ട്ടോ ആൻസർ, ടൊബാക്കോ ആണ്. Then പത്താമത്തെ question, herbicide resistant transgenic plant were developed by incorporating the gene for acetolactate synthase. This enzyme provide resistance against which herbicide? അപ്പോൾ ഈ ഒരു ടെക്നോളജിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് അസറ്റോലാക്ടേസ് സിന്തേസ് എന്ന് പറയുന്ന ആ ഒരു ജീൻ, ആ ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനാണ് നമ്മൾ ചില പ്ലാന്റ്സിൽ എന്താ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഹെർബിസൈഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രാൻസ്ജനിക് പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഏത് ഹെർബിസൈഡിനെതിരെയാണ് ഈ ഒരു എന്താ എൻസൈം വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് സൾഫോനൈൽ യൂറിയ എന്ന് പറയുന്ന, ഓക്കെ, സൾഫോനൈൽ യൂറിയ എന്ന് പറയുന്ന ഹെർബിസൈഡ്സിനെതിരെയാണ്. The next question, which of the following is commonly used as a selectable marker in plant genetic engineering? Plant genetic engineering ൽ യൂസ് ചെയ്യുന്ന സെലക്ടബിൾ മാർക്കർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് അറിയണമെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാ ഏതാണ് ഇതിൽ സെലക്ടബിൾ മാർക്കർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് NPT2 എന്ന് പറയുന്ന ജീനാണ്. കാരണം ഈ ഒരു NPT2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആ ഒരു ജീന് നിയോമൈസിൻ ഫോസ്ഫോ ട്രാൻസ്ഫറേസ് 2 എന്നാണ് അവയുടെ ഫുൾ ഫോം. ഓക്കെ, നിയോമൈസിൻ ഫോസ്ഫോ ട്രാൻസ്ഫറേസ് 2. അപ്പൊ അവ മെയിൻ ആയിട്ട് ഏത് ആന്റിബയോട്ടിക് ആണ്? കെനാമൈസിൻ പോലെയുള്ള ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിൽ സെലക്ടബിൾ മാർക്കർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ട്രാൻസ്ഫോർമേഷനിൽ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസ് ഏതാണ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതായത് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽവ് ഈ ഒരു ഒരു സെലക്ടബിൾ മാർക്കറിൽ സർവൈവ് ചെയ്യും, ഇല്ലാത്തവ ഡൈ ചെയ്യും. നോൺ ട്രാൻസ്ഫർ ആയിട്ടുള്ളത് ഡൈ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ NPT2 ജീനാണ്. ആ ഒരു നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്താ പിന്നെ ആ ഒരു കണ്ടുപിടിക്കുന്നത്. ഇവിടെ NPT2 ആയിട്ടുള്ള ട്രാൻസ്ഫോംഡ് സെൽസ് മാത്രമേ ആ ഒരു കെനാമൈസിൻ മീഡിയത്തിൽ എന്ത് ചെയ്യൂ? സർവൈവ് ചെയ്യുള്ളൂ. നോൺ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ളത് ഡൈ ചെയ്യും. ദെൻ ബാക്കിയൊക്കെ റോങ് ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു GUS ജീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിപ്പോർട്ടർ ആണ്. അപ്പൊ ഒരു ബ്ലൂ കളറാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ലൂസിഫറേസ് ജീൻ എന്ന് പറയുന്നത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, റിപ്പോർട്ടർ ജീൻ ആണ്. GFP എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഫ്ലൂറസെന്റ് ആണ്, അതും ഒരു റിപ്പോർട്ടർ ജീൻ ആണ്. ഒരു സെലക്ടബിൾ മാർക്കർ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല. സെലക്ടബിൾ മാർക്കർ എന്ന് പറയുമ്പോൾ അതിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേം അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, the last question ആണ്, agrobacterium tumefaciens is used in plant transformation because it. എന്തുകൊണ്ടാണ് agrobacterium tumefaciens plant transformation യൂസ് ചെയ്യുന്നത്? produces bacterial toxin, transfer tDNA into plant genome, secretes cellulase, fixes nitrogen. okay, ആൻസർ ഡയറക്റ്റ് ആണ്. ഏതാണ്? ട്രാൻസ്ഫേഴ്സ് tDNA into plant genome ആണ്. ഓക്കെ, അപ്പൊ ബയോടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തു. ഞാൻ ഓരോ പോർഷൻസ് മൊഡ്യൂളും ഡിസ്കസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് പാർട്ടായിട്ട് ഓരോ മൊഡ്യൂളിന്റെയും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്ന ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു MCQ സെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഒപ്പം ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നോക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.